മുണ്ടയ്ക്കൽ അമ്മയുടെ പാരകള് മർമ്മത്ത് തന്നെ കൊണ്ടു. അവര് തമ്മിലേ ഡിവേഴ്സ് ആവാൻ പോവാ. ഡിവേഴ്സ് ആവാൻ പോകുന്നോ? അയ്യോ, വളരെ 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 സന്തോഷം അംബികേ. കൺഗ്രാചുലേഷൻസ് മുണ്ടയ്ക്കലമ്മേ, ഇത്രയും വലിയൊരു കാര്യം ചെയ്തതിന്. താങ്ക് യു ഫോർ യുവർ കൊളാബറേഷൻ അംബികേ. ദിസ് ഈസ് ഡിഫിക്കൽട്ട്. മുണ്ടയ്ക്കലമ്മയ്ക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയൂ? അല്ല, ഞാനിത് പള്ളിക്കൂടത്തിൽ പഠിച്ചു കിട്ടിയതല്ല. അതാണ്ട് ഞാൻ 10 വരെ പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടുള്ളു. പിന്നെ ഞാനേ കൊറേ നാള് ഒരു സായിപ്പിന്റെ അടിച്ചുകൂപ്പുകാരിയായിരുന്നു. ഒരു ലിസ്നി സായിപ്പ്. അയാള് നാവെടുത്തായി എന്നെ ഫൂളെന്നേ വിളിക്കൂ. അവിടെന്നാ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചേ. ഞാനിപ്പോ അതിനൊന്നും അല്ല വിളിച്ചേ. അമ്മയ്ക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാനാ. എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് പറയാനുള്ളതെങ്കിൽ അത് നേരത്തെ പറയണ്ടേ. എന്നെ വിഷമിപ്പിക്കാതെ പെട്ടെന്ന് പറയാൻ. ഈ നല്ല കാര്യം ചെയ്തതിന് അമ്മയ്ക്ക് ഞാനൊരു സമ്മാനം തരും. എന്റെ ഒരു സന്തോഷത്തിന്. എന്ത് സന്തോഷം അമ്പികെ, ഒന്ന് വേഗം പറ. അമ്മയ്ക്ക് ഞാനൊരു കാറ് വാങ്ങിച്ചു തരും. അയ്യോ എന്റെ ദൈവമേ. അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു കാറ്. എന്റെ പെരിന്തൃക്കോവിലപ്പാ, അവിടെ നിന്നൊരു ധാര. ഇതിൽ പരം വേറൊരു സന്തോഷം എനിക്കില്ല അംബികേ. കാർ എപ്പ വാങ്ങിച്ചു തരും? അതിനൊട്ടും താമസമില്ല. അടുത്ത ദിവസം ഞാൻ വാങ്ങിത്തരും. സന്തോഷം അംബികേ. ഈ നന്ദി കേട് ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ രാജു ഋതികയും തമ്മില് ഇത്ര വലിയ പിണക്കുണ്ടാവാനുള്ളതാണ് ഇവരാ. കുട്ടികളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണല്ലോ. എന്ത് ചെയ്യും? എല്ലാം അംബിക പറയുന്നത് പോലെ. ഈശ്വരാ. എന്ത് രാജു ഇതൊക്കെ? മേഡം, ഇതൊക്കെ വെറും തമാശ പോലെ തുടങ്ങി പിണക്കുക. അതിപ്പോ വളർന്ന് ഇവിടെ വരെ എത്തി. എന്തായാലും ഋതുമോളോട് പറഞ്ഞു പരിഹരിക്കൂ രാജു. മേഡം, കാര്യങ്ങളൊക്കെ പിടിവിട്ട് പോവാ. ഞാൻ പറഞ്ഞിട്ടൊന്നും ഋതിക മേഡം അത് കേൾക്കുന്നില്ല. ദീപകേ, മീഡിയേറ്റർ രംഗപ്രവേശനം ചെയ്തു. സത്യത്തിൽ എന്താ ഇതിന്റെ പിന്നിലുള്ള പ്രശ്നം? വെറും തെറ്റിദ്ധാരണ. ഞാൻ എത്ര പറഞ്ഞിട്ടും മേഡം ആ തെറ്റിദ്ധാരണ തിരുത്താൻ തയ്യാറാവുന്നില്ല. ഞാൻ എന്തായാലും മോളോടൊന്ന് സംസാരിക്കട്ടെ. രാജു ഇവിടെ നിൽക്ക്. ശരി മേഡം. എനിക്ക് തോന്നുന്നതേ സന്ധി സംഭാഷണത്തിന് യാമിനി മേഡം അവളുടെ അടുത്ത് പോവാന്നാ. നമുക്കെല്ലാം ലൈവായിട്ട് കാണാം. അമ്മ വാ. അതിനൊന്നും അവസരം ഉണ്ടാക്കാതെ ഇതില് സൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലത്. എന്തായാലും നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രശ്നം കോർട്ടിലിട്ട് നീട്ടി വഷളാക്കാതെ ഇതിൽ സൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലത്.
അങ്ങനെ രണ്ടും രണ്ടായി. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്റെ മനസ്സ് മാഡം കാണാതെ പോയതിനാ. ദൈവം മാപ്പ് തരട്ടെ. ഞാൻ മാഡത്തെ ഒന്ന് സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഇനി അതൊന്നും എനിക്ക് കേൾക്കണ്ട രാജു. ഞാൻ ഈ പേപ്പർ മറ്റന്നാൾ അഡ്വക്കേറ്റിനെ ഏൽപ്പിക്കും. അത് കഴിഞ്ഞ പിന്നെ ഞാനും രാജുവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല.